എല്ലാവരും പ്രത്യേകം 2025 ദൈവം നൽകിയ ദാനങ്ങളെയും കൃപകളെയും കണ്ണുകളടച്ച് ഓർത്തുകൊണ്ട് ഈ വർഷത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നടത്തി തരണമെന്ന് പ്രത്യാശ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പയും സംരക്ഷിച്ചുകൊണ്ട് കുടുംബങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഈ ദേവാലയം കൊണ്ടുപോകുന്ന മക്കളെ സംരക്ഷിച്ചുകൊണ്ട് കുറിച്ചിടെ കണ്ടുപോകുന്ന മക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഈ കാട്ടാക്കട പ്രദേശത്ത് ജീവിക്കുന്ന നാനാജാതി മക്കളെയും ഹിന്ദുസ്, മുസ്ലിംസ്, ഈസൈ, പ്രൊട്ടസ്റ്റന്റ്, ലൂത്തർ മിഷൻ, സാൽവേഷൻ ചർച്ച്, ഏജ് ചർച്ച്, പെന്തക്കോസ്തേ എന്നിവയിൽപ്പെട്ട എല്ലാ മക്കളെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലവനായി ക്രിസ്തുരാജ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നൽകി നേടിയെടുക്കുകയും 25 ചെയ്തു പോയ എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങൾ എല്ലാം മറ്റേയും സമർപ്പിച്ചുകൊണ്ട് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആശ്രയത്തെ നേടിയെടുക്കാം. സ്വർഗത്തിൽ അവർക്ക് അപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രിയപുത്രന്റെ പിതാവിന്റെ സ്മാരകമായി വിസ്മയമേ കൂദാശനങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാന്തരഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ ജീവിച്ചുമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
ഒരു കാലരി അണയോ പ്രിയ ജനമേ. സൃഷ്ടികളാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതുവർഷം ആഘോഷിക്കാം. ആദ്യം കാരണമായവൾ നമ്മുടെ അമ്മയാണ്. BC AD, ബിഫോർ ക്രൈസ്റ്റ് അന്നോ ഡോമിനെ, ആഫ്റ്റർ ക്രൈസ്റ്റ്, ലാറ്റിനിൽ അന്നോ ഡോമിനെ. ഇങ്ങനെ ഒരു സഹാബ്ദം, ഇങ്ങനെ ഒരു ഹിസ്റ്ററി, ഇങ്ങനെ ഒരു ചരിത്രം വരാൻ കാരണം ഇന്ന് സഭ ആഘോഷിക്കുന്ന ദൈവമാതാവായ പരിശുദ്ധ കന്യകമരത്തിന്റെ മഹോത്സവത്തിന്റെ ഹീറോയിനാണ്. പുതിയ ജനനത്തെ ഉണ്ടാക്കിയവൾ, പുതിയ കാലണ്ടർ ഉണ്ടാക്കിയവൾ. ഓരോ രാജ്യത്തേക്കും ഒരു കാലണ്ടർ ഉണ്ട്, ഓരോ സംസ്ഥാനത്തേക്കും ഒരു കാലണ്ടർ ഉണ്ട്. കേരളത്തിൽ കേരള പിറവി ഉണ്ട്, തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പിറവി, പൊങ്കൽ ഉണ്ട്. അങ്ങനെ ഓരോരോ സംസ്ഥാനത്തേക്കും ഒരു കാലണ്ടർ പിറവി ഉണ്ട്. ഇന്ത്യക്കും ഒരു പിറവി ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് സ്വന്തമാണ്. കേരള പിറവി കേരള മക്കൾക്ക് സ്വന്തമാണത്. തമിഴ്നാട്ട് പിറവി തമിഴ്നാട്ട് മക്കൾക്ക് സ്വന്തമാണത്. ലോകം മുഴുവനുമുള്ള
എല്ലാ സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു പുതിയ കാലണ്ടറെ ഉണ്ടാക്കിയവൾ അമ്മ മരിയ. അതാ റോമൻ കാലണ്ടർ, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കാലണ്ടർ. ഈ കാലണ്ടർ മഹത്വവും മുൻപേ പിൻപേ, ഈശോയ്ക്ക് മുന്നേ ഈശോയ്ക്ക് പിന്നെ ഈശോയ്ക്ക് ശേഷം അങ്ങനെ ഒരു മഹത്വത്തെ കാണിച്ചു കൊടുത്തവർ. അതേപോലെ ജന്മമെടുക്കും മുൻപ് ശിശുവായിരിക്കുന്ന എന്റെ മക്കൾ എന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ കാണിച്ചു കൊടുക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ആ അമ്മയുടെ വഴി വന്നെങ്കിൽ ഈ കൃപയെ നിങ്ങളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും ചൂണ്ടിക്കാണിക്കാനുള്ള യോഗ്യത ഉള്ള അമ്മയായിട്ട്, കൃപ നിറഞ്ഞ അമ്മയായിട്ട് ആ അമ്മയുടെ കരങ്ങളിലും ഈശോയുടെ കരങ്ങളിലും അവതരിക്കുന്ന മക്കളായിട്ട് നിൽക്കുന്നതിൽ ദൈവത്തിന്റെ സന്തോഷമുണ്ട്, അമ്മയ്ക്ക് സന്തോഷമുണ്ട്. ഇന്ന് സഭ ആഘോഷിക്കുന്നു. സഭയോട് ചേർന്ന് എന്റെ മക്കളും ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം അമ്മയ്ക്കുണ്ട്. സഭയോട് ചേർന്ന് നമ്മൾ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. അമ്മ മാതാവ് പുതിയ സഹത്വത്തെ ഉണ്ടാക്കി, പുതിയ വഴിയെ ഉണ്ടാക്കി, പുതിയ കാലണ്ടർ, പുതിയ കൃപയാ കാലണ്ടർ അമ്മ ഉണ്ടാക്കി. ഇനി പുതിയ കാലണ്ടർ ഉണ്ടാക്കാൻ പറ്റൂല. ഇനി പുതിയ കൃപ ഉണ്ടാക്കാം, പുതിയ കൃപ ജീവിച്ചു കാണിക്കാം. അപ്പൊ പുതിയ കൃപ, പുതിയ അഭിഷേകം, പുതിയ താലന്ത്, പുതിയ കഴിവ് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തു പോയ കുറ്റങ്ങളും തെറ്റുകളും ഒത്തും മനസ്തപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാവങ്ങൾ പുറത്തണം എന്റെ ചെയ്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മാത്രം ആരാധിച്ചു
സ്നേഹമുള്ളവരെ, പുതുവർഷമാണ്. 12 മണി കൃത്യം. ഈ 12 മണി മുതൽ ഒരു സെക്കൻഡും 12 ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം പ്രത്യേകം കടന്ന കാലത്തിലുള്ള 2025-ലുള്ള ഈ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, കഷ്ടപ്പാടുകൾ ഒരുപാട് ഉണ്ട്. അത് ഏറ്റെടുക്കാൻ ശക്തി ഉണ്ടായിരുന്നു, ഈശോ ഉണ്ടായിരുന്നു, അമ്മ മാധവ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ 2026-ലും പടക്കം പൊട്ടുന്നത് പോലെ കിരുബ പൊട്ടട്ടെ, പടക്കം പൊട്ടുന്നത് പോലെ അഭിഷേകം പൊട്ടട്ടെ, പടക്കം പൊട്ടുന്നത് പോലെ കിരുബയോട് ചേർന്ന് കഴിവുകൾ പൊട്ടിത്തെറിക്കട്ടെ. കഴിവുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടും. അങ്ങനെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കിരുബ്, പുതിയ പുതിയ താലന്ത്, പുതിയ പുതിയ കഴിവ്, അനുഗ്രഹം, ആശീർവാദം ഇതെല്ലാം പുതിയതായിട്ട് വരട്ടെ എന്നുള്ള പ്രത്യാശയോട്, ആഗ്രഹത്തോട്, ഇഷ്ടത്തോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കണ്ണുകൾ അടച്ച് ഇപ്പൊ ഈ സമാഹരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണം. ഈ വർഷത്തുകൂറിയ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകം കടബാധ മാറുന്നില്ല. ആ കടബാറം മകനക്ക് ജോലി കിട്ടുന്നില്ല, ആ ജോലി, മകൾക്ക് സന്താന സൗഭാഗ്യം കിട്ടുന്നില്ല, ആ സന്താന സൗഭാഗ്യം, ഇതെല്ലാം ഓർത്ത് ഈ പ്രാർത്ഥനവരെ കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരുടെയും, ഇപ്പൊ മകൾക്ക് അസുഖം പല പ്രാവശ്യം പോയിട്ടും വീണ്ടും ആ അസുഖം മാറുന്നില്ല. ഇതുപോലെ വ്യക്തികളെല്ലാം കണ്ണുകൾ അടച്ച് ആ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ മറിയത്തിന്റെ ഫലദായകമായ കന്യാത്വം വഴി മനുഷ്യവർഗത്തിന് നിത്യരക്ഷയുടെ സമ്മാനം പ്രദാനം ചെയ്ത ദൈവമേ, ജീവന്റെ ഉടയവനായ അങ്ങേ പുത്രനെ സ്വീകരിക്കാൻ ഞങ്ങളെ അർഹരാക്കിയ അവൾ വഴി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവളുടെ മാധ്യസ്ഥ അനുഭവിക്കാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രയേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ചു നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രയേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വചനം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിന്റെ വചനം. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് ആട്ടിടയന്മാർ
അതിവേഗം പോയി മരിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിന്റെ പരിച്ഛേദനത്തുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാക്കുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിന്റെ സുവിശേഷം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. മറ്റവളെ ഈശോയെ, 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 ഈശോയെ. കറുത്ത ഹൃദയഭാഗത്തിൽ വെച്ച് ദൈവമേ 2025 ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞാൻ. ദൈവമേ 2025 ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞാൻ. ദൈവമേ 2025 ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞാൻ. ഇപ്പോ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഞാനക്കേടുണ്ടോ? ലെഫ്റ്റ് കൈ യൂസ് ചെയ്യുമ്പോ എനിക്ക് ഞാനക്കേടുണ്ട് എന്നുള്ള ആൾക്കാർ കൈ പോക്കു. ലെഫ്റ്റ് ഹാൻഡ് ഞാനക്കേടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് മറ്റുള്ള ഞാനക്കേടുണ്ട്. അപ്പൊ ഒരാൾ മാത്രം വേറെ എക്സസൈസ് തരാം. ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുമ്പോ എനിക്ക് ഞാനക്കേടുണ്ട് എന്നുള്ള ആൾക്കാർ മാത്രം കൈ പോക്കും. അപ്പോ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർ ഇപ്പൊ റൈറ്റ് ഉള്ള ആൾക്കാർ റൈറ്റ് വയ്ക്കാം. അപ്പൊ അതൊക്കെ റൈറ്റും ഉണ്ട്, നിനക്ക് റൈറ്റും ഉണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ ആളില്ല, അതുകൊണ്ട് ഓടി വന്ന് ഇങ്ങ വയ്ക്കല്ലേ. ഇവിടെ ഉള്ള ആൾക്കാർ ഓടി വന്ന് ഇവിടെ പിടിക്കല്ലേ തല. ഇപ്പൊ എനിക്കടുത്ത് ഇവിടെ ഇങ്ങനെ വന്ന് ഈ കൈ. അപ്പം ഇങ്ങനെ പിടിച്ചാൽ അസൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് അടുത്തുള്ള ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇപ്പൊ പാട്ട് പാടാൻ പോവാ. എന്റെ കൂടെ ചേർന്ന് എല്ലാവരും പാട്ട് പാടണം. 2026 പുതുവർഷം 12 ആശീർവാദം കൊടുക്കാൻ പോവാ. ഇത് കുർബാന കഴിഞ്ഞ ശേഷം കിട്ടത്തില്ല ഈ ആശീർവാദം, ഉറപ്പാണ്. കുർബാന കഴിഞ്ഞ ശേഷം നീ പോയി തലയിൽ വെച്ചാൽ ചെകിട്ട് തടിക്കാൻ ആൾക്കാർ ഈ നടി എന്റെ തലയെ പിടിക്കുന്നുണ്ട്, അങ്ങനെ ദേഷ്യം. ഇപ്പൊ മാത്രമേ ഈ ആശീർവാദം ഉള്ളൂ, ഈ കൃപ ഉള്ളൂ. അപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരെ എടാ എന്റെ തല തൊടല്ലേ, എന്റെ മുട്ടയെ തൊടല്ലേ, അങ്ങനെ ദേഷ്യപ്പെടണ്ട. സന്തോഷപൂർവ്വം നീ നിന്റെ തലയെ കൊടുക്കുമ്പോ ഇപ്പോ അനുകരിക്കാൻ പോകുന്നത് ഈശോയാണ്. നിന്റെ തൊട്ടടുത്തുള്ള വ്യക്തിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ നിന്നെ തലയിൽ തൊടുക. അങ്ങനെ ഓർത്തിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരെ തലയിൽ തൊടു. നീ അമ്മച്ചതല്ല വയ്യ ഷൈന് വയ്യ അമ്മച്ചതല്ല അങ്ങനെ വയ്യ. അവിടെ എല്ലാവരും ചെയ്യണം. ഇപ്പൊ പാട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. Happy New Year dear people, sha-la-la-la-la. Happy New Year dear people, sha-la-la-la-la. Happy New Year dear people, sha-la-la-la-la. I wish you a happy new year. I wish you a happy new year. May God bless you, sha-la-la-la-la. May God bless you, sha-la-la-la-la. May God bless you, sha-la-la-la-la. I wish you a happy new year. I wish you a happy new year. Happy New Year, my dear people. Happy New Year.
ഇപ്പൊ കരം പിടിച്ച് പറ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഗോഡ് ബ്ലസ് യു എന്ന് പറ, ചിരിച്ചു കൊണ്ട് പറ, പുഞ്ചിരിയോട് പറ, സന്തോഷമായിട്ട് പറ. ഈ പുതിയ വർഷം 2026 കടന്നുപോയ കഷ്ടപ്പാടുകൾ, കടന്നുപോയ വിഷമങ്ങൾ, കടന്നുപോയ പ്രയാസങ്ങൾ എല്ലാവരെയും മാറ്റി പുതിയ ഈ വർഷത്തിൽ 2026 ഉത്സാഹത്തോടും ഉന്മേഷത്തോടും മുന്നോട്ട് എടുത്തു വയ്ക്കുന്ന ഓരോരോ അടിയും കൃപയോടും അഭിഷേകത്തോടും ആശീർവാദത്തോടും എനിക്ക് വരട്ടെ. ഞാൻ അതോട് ചെയ്ത് ചെല്ലട്ടെ എന്നുള്ള സന്തോഷത്തോടു കൂടി ചിന്തയോടു കൂടി അടിയെടുത്ത് വയ്ക്കാം. ഈ 2026 12:05 12:07 12 മണി 7 മിനിറ്റ് എത്രയാണ് മണി വാക്കുമല്ല 13 മിനിറ്റ് ആയി. ഇനി പാട്ട് പാടിയത് ரொம்ப സമയം എടുത്ത് 13 മിനിറ്റ് ആയി. ഈ പുതിയ വർഷം നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമുള്ളതായിട്ട്, ആശീർവാദമുള്ളതായിട്ട്, കൃപ ഉള്ളതായിട്ട് മാറട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നല്ലവനായി ക്രിസ്തുരാജ എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പ്രത്യേകം ഇപ്പൊ എല്ലാവരും കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നിശബ്ദമായി നിൽക്കുന്ന നിമിഷമാണ്. ദൈവസന്നിധിയിൽ നിശബ്ദമായി നിൽക്കുന്ന നിമിഷമാണ്. ഒരു വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. 2025 കടന്നുപോയിരിക്കുന്നു. 2025 നമുക്ക് കിട്ടിയ ദാനങ്ങളെയും കൃപകളെയും കഴിവുകളെയും ഓർത്ത് നന്ദി അർപ്പിക്കുകയും നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളെ ഓർത്ത് ദൈവമേ ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്ക് നൽകിയല്ലോ, അതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ 1 മിനിറ്റ് സങ്കീർത്തനം 46:10 നിശബ്ദരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. ഇപ്പൊ കണ്ണു തിറക്ക്, എല്ലാം കണ്ണു തിറക്ക്. ഇതാ ചാൻസിന് ഉറങ്ങല്ലേ. കണ്ണടയ്ക്കാൻ പറഞ്ഞ ഇപ്പൊ നല്ല ചാൻസ് ഉറങ്ങാം. ഇപ്പൊ ഉറങ്ങാൻ വിടൂല ഞാന്. അപ്പോ ഇപ്പൊ എല്ലാം ഏറ്റെടുത്ത് പറയാം. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. റഹ്മാൻ ഇവിടെ മ്യൂസിഷ്യൻ പഠിക്കുന്ന ആൾക്കാര്, എഴുതുന്ന ആൾക്കാര്, മഹാകവി, ഇവങ്ങെല്ലാം അലയ്ക്കുന്ന വ്യക്തികളല്ല, സൈലന്റ് ആണ്. പിന്നെ ഏത് മ്യൂസിഷ്യനെ ഗൂഗിൾ അടിച്ചു നോക്ക്, they are very silent people, violent in music, silent in character. അതേപോലെ റബ്ബൻ പറയുക, ഞാൻ സൈലന്റ് ആയിട്ട് ഉള്ളപ്പോൾ എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഹമ്മിങ് കൊടുത്തുകൊണ്ടിരിക്കും. അത് പുതിയൊരു ട്യൂണായിട്ട് വരും, പുതിയൊരു പാട്ടായിട്ട് വരും. അങ്ങനെ ആ പുതിയ ട്യൂണിൽ ഞാൻ നിശബ്ദത്തെ കാണുക, ആ നിശബ്ദത്തിൽ ഞാൻ ദൈവത്തെ കാണുക എന്ന് വേൾഡ് ഫേമസ് മ്യൂസിഷ്യൻ പറയുക. അപ്പോ ആദ്യം ഞാൻ നിങ്ങൾ എല്ലാരും 1 നിമിഷം നിശബ്ദത്തിരിക്കാൻ പറഞ്ഞ, അപ്പൊ നീ നിന്റെ ഭാര്യയെ ഓർത്തോ, നിന്റെ മക്കളെ ഓർത്തോ, നിന്റെ മൗനം ഓർത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ നിശബ്ദത്തിൽ ഒരു മ്യൂസിക് കണ്ടെത്തണം. അവൻ മ്യൂസിക് കണ്ടെത്തി, നീ കൃപയെ കണ്ടെത്തണം. AR റഹ്മാൻ നിശബ്ദത്തിൽ മ്യൂസിക് കണ്ടെത്തി, ആ മ്യൂസിക്കിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തി, അത് അവൻ ആശീർവാദമായിട്ട് കണക്കാക്കി. അതേപോലെ നീ നിന്റെ നിശബ്ദത്തിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ കണ്ടെത്തണം. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൃപയെ കണ്ടെത്തിയാൽ ആ കൃപ ദൂരെ ഇരിക്കുന്ന മകനുക്ക്, ദൂരെ ഇരിക്കുന്ന ഭാര്യയ്ക്ക്, ഒത്തിരി ദൂരെ ഇരിക്കുന്ന ഭർത്താവുക്ക് കൃപയായിട്ട് ദൈവം മാറ്റിത്തരും ഈ പുതുവർഷത്തിൽ. അതും നന്നായിട്ട് പറയുക. വചനം സങ്കീർത്തനം 46:10 നിശബ്ദനായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. ഈ 2025 എന്റെ ഭർത്താവോട് ഞാൻ അളച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ 2026 എന്റെ ഭർത്താവിനിക്ക് ഞാൻ ഇനി അളയ്ക്കത്തില്ല, கொஞ்சம் സൈലന്റ് ആയിരിക്കാം. ഒരു തീരുമാനം എടുക്ക്. 2025 ഞാൻ അളച്ചുകൊണ്ടേയിരുന്നു എന്റെ ഭാര്യ എടുത്ത്. ഇനി 2026 ഇനി അളയ്ക്കത്തില്ല, ഇനി വെള്ളം അടിക്കില്ല. ഒരു തീരുമാനം എടുക്ക്. അവിടെ നിശബ്ദം ഉണ്ടാകും. നിശബ്ദത്തിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടാവും. അതാ ഈ 2026 ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം. 2, കഴിഞ്ഞ വർഷത്തിനുള്ള കൃതജ്ഞ സന്തോഷങ്ങളും വേദനകളും വിജയങ്ങളും പരാജയങ്ങളും തോൽവികളും എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ആയിരുന്നു. അതാ സത്യം. ഞാൻ പറഞ്ഞത് എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തിനുള്ള കിതഞ്ഞ സന്തോഷങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, തോൽവികൾ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോ അത് ഏറ്റെടുക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം അതേപോലെ 26 ആ വാഗ്ദാനം പറയുക, ഞാൻ എനിക്ക് തരും എന്നെ. 1 തെസ്സലോനിക്ക 5:18 എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവേൻ. ഇപ്പൊ കരം പിടിച്ച് പറ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവേൻ, ഉറക്കെ പറയുവേൻ, ഇന്ന് ഉറക്കെ പറയുവേൻ. വെരി ഗുഡ്, ഉറക്കെ പറയുവേൻ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കും, ഈ മൊട്ട പാസ്ക്ക് മൈക്കുള്ളത് കൊണ്ട് കൂവ അങ്ങനെ മൈക്കില്ലെങ്കിലും എന്റെ സൗണ്ട് ടീച്ചർ വീട്ടിൽ കേൾക്കും. நம்ம ടീച്ചർ வீட்டு கேட்கும். അതുകൊണ്ട് നല്ല പുതുവർഷത്തിലെ ഉത്സാഹത്തോട് வாய் திறந்து பேசு, தெய்வம் திறந்து பேசும். நீ வாய் திறந்து பேசு, தெய்வம் ஹிருதயம் பேசும். சரியான തെറ്റാണോ റൈനി? വായ് திறந்து பேசு, தெய்வம் ഹൃദയം திறந்து பேசுം. അങ്ങനെയാ ഈശോ. അച്ഛൻ ഒരു ലെവലിൽ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കുക. അച്ഛൻ ഭയങ്കര ഉത്സാഹത്തോടെ നിൽക്കുന്നുണ്ടല്ലോ. 26 ഉത്സാഹിക്ക്, സന്തോഷപ്പെട്. God bless you many people, God bless you all. Number 3, നമ്മുടെ പരിമിതികൾ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞ വർഷത്തിൽ നാം തളർന്ന നിമിഷങ്ങൾ ഉണ്ടായി. നാം വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്ന നിമിഷങ്ങൾ ഉണ്ടായി. രണ്ടും പരിമിതികൾ, വാഗ്ദാനങ്ങൾ, ഇതെല്ലാം നമുക്കുണ്ടായി. അപ്പൊ ദൈവം പറയുക 2 കൊരിന്തോസ് 12:9 എന്റെ കൃപ നിനക്ക് മതിയാകും, എന്റെ കൃപ നിനക്ക് മതിയാകും. ഇപ്പൊ കരം പിടിച്ച് പറ, നീ എന്റെ കൃപ നിനക്ക് മതിയാകും എന്ന് പറയുമ്പോൾ നീ ദൈവം, ആ സ്വീകരിക്കുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തി മനുഷ്യൻ. അത് പറയുമ്പോൾ അത് ദൈവം, നീ മനുഷ്യൻ. അതാ ஏன்னா நம்ம ദൈവത്തിന്റെ മക്കളാണ്. അപ്പോ ഒരു വ്യക്തി മനുഷ്യ നിലയ്ക്കും ഒരു വ്യക്തി ദൈവ നിലയ്ക്കും ദൈവത്തിന്റെ വചനത്തെ പറയുക. അപ്പം എല്ലാം ദൈവത്തിന്റെ ചായലിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയിൽ ആണതുകൊണ്ട് ഈ കൃപ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ കരം പിടിച്ച് പറയുക. എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. സൗണ്ട് പോറ. God bless you many people. God bless you. ഇങ്ങനെ പുതിയ വർഷത്തിൽ ഇതുപോലെ സംസാരിക്കാൻ പഠിക്കുക. എന്റെ കൃപ നിനക്ക് മതി, എന്റെ വാക്ക് നിനക്ക് മതി, എന്റെ അഭിഷേകം നിനക്ക് മതി, എന്റെ സന്തോഷം നിനക്ക് മതി, എന്റെ ചീത്ത വാക്ക് അല്ല, എന്റെ നല്ല വാക്ക് നിനക്ക് മതി. നല്ലത് സംസാരിക്കും, നല്ലത് ചിന്തിക്കും, നല്ലത് പങ്കുവയ്ക്ക്, എല്ലാം നന്മയായിട്ട് മാറും. ദൈവം ഒരിക്കലും തിന്മ പങ്കുവച്ചിട്ടില്ല. അങ്ങനെ തിന്മ പങ്കുവച്ചാൽ അവൻ ദൈവമല്ല. അപ്പൊ ദൈവം എപ്പോഴും ആദ്യം മുതൽ ആൽഫ മുതൽ ഒമേഗ വരെ ദൈവം പങ്കുവച്ചത് നന്മ, കൃപ, അഭിഷേകം. ഒരു തിന്മല്ല, ഒരു സെക്കൻഡ് കൂടെ തിന്മല്ല, എല്ലാമേ നന്മ തന്നെ. അങ്ങനെ തിന്മ ഉണ്ടെങ്കിൽ അവൻ ദൈവം അല്ല എന്നർത്ഥം. അപ്പൊ എന്റെ കൃപ നിങ്ങൾക്ക് മതി. 4ാമത്തെ സന്ദേശം, പുതുവർഷം മനുഷ്യന്റെ കൈകളിലല്ല. പുതുവർഷം മനുഷ്യന്റെ കൈകളിലല്ല. ഇത് സത്യമാണ്. ഞാൻ ഒരു വീഡിയോ കണ്ടു. അത് നമ്മ പൂച്ചൽ പോകുന്നുണ്ടല്ലോ, പൂച്ചൽ പോകേണ്ട പെട്രോൾ ബാങ്ക് പക്കത്തിൽ ഒരു കുളം കുട്ടയ, അത് പേര് കുളം. അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അറിയോ? ഇപ്പൊ ആ മരത്തെല്ലാം വെട്ടി വലിയ മരം ഉണ്ടാവും. നക്കളന്തേരിൽ ഒരു കാർ പോകുന്നുണ്ട്, ഇവിടെ ഒരു ബൈക്ക് പോകുന്നുണ്ട്. അത് വന്ന് ഇങ്ങോട്ട് വരണം, കാറ് ഇവിടെ വന്ന് കാട്ടാക്കട വരണം. കാട്ടാക്കട ഒരു പയ്യൻ ബൈക്കിൽ പോകുന്നുണ്ട്. നീ അത് കണ്ടു കഴിഞ്ഞാൽ നെട്ടി പോവും. ബൈക്കിലെ കാറ് അടിച്ച്, ബൈക്കും തറപ്പിച്ച്. അതിൽ ഒരു വലിയ മരമുണ്ട്, ഇലക്ട്രിസിറ്റി പോസ്റ്റും ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റിലും അവൻ അടിച്ചിട്ടില്ല, ഈ മരത്തിലും അടിച്ചിട്ടില്ല. ചാടി ആ കുളത്തിൽ വീണ് എനിച്ചു വരുവാ.
അവന്റെ സമയം നോക്ക്, നോക്ക്. ഞാൻ നെട്ടിപ്പോയി. ഈ ഒരു സെക്കൻഡ് തല ഈ മരം, വലിയ മരം, നീ കണ്ടല്ലോ വലിയ മരം, ആ മരത്തിൽ അടിച്ച് തല ചതറിച്ചു പോകും. ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇരുമ്പും സിമെന്റത്തിലാണിത്. അതിൽ ചതറിച്ചു പോയാൽ ഇതിൽ പീസ് ആവും. ഈ ഇലക്ട്രിസിറ്റി പോയില്ല. ഇതിലെയും അടിച്ചിട്ടില്ല. അടിച്ച് കാറ് കണ്ട, ബൈക്ക് കണ്ട ഇവൻ ജീവനോട് ഉണ്ടാവത്തില്ല, ഉറപ്പാണ്. അടിച്ച് അവന്റെ സമയം. അതുപോലെ இன்னொரு ഇത് കണ്ടു. 3 പേര് യാത്ര ചെയ്യുക കാവേരി പാളത്തില്. ഈ കാറ് ആൾട്ടോ കാറ് ഇങ്ങനെ വരുവാ. ഇവൻ ആൾട്ടോല കൂട്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ഇവൻ നേരെ ഈ പാലത്ത് സൈഡില് കുറച്ച് പൊട്ടി ഉണ്ട്. അതിലേന്ത് വണ്ടി 2 വീലറ് 3 പേരും 2 വീലറ് അതിൽ വിട്ട്. നീന്ത അറിയാതെ ഉണ്ട്, നീന്ത അരിഞ്ഞു വിടാത്ത. അവൻ എന്ത് ചെയ്ത് ഫ്രണ്ടിൽ 2 പേരും ഇങ്ങനെ തള്ളിയിട്ട് മതില പാളത്തെ പിടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുക. വണ്ടിയോടെ 2 പേരും ആറ്റില വിഴുന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. കാവേരി പാളം, തമിഴ്നാട്. അവർ രക്ഷപ്പെട്ട് വണ്ടിയെ വിട്ടിട്ട് പിന്നെ 2 പേരെ എണിച്ച് പുറത്ത് വരുവാ. ഉണ്ട് തമിഴ് നോക്ക്. ഇവിടെ യൂത്തുക്ക് ക്ലാസ് എടുത്തിട്ട് അവൻ വണ്ടി ഓട്ടിക്കുമ്പോ അവൻ സർക്കസ് കാണിക്കും. ഒരു വലിയ വണ്ടി ഓട്ടിക്കത്തുള്ളൂ. ஏடா ஜனவரி மாசம் அவனுக்கு ஒரு ஹரமான. இப்ப நான் பூவச்சல் கூட வண்டி ஓட்டிக்கும்போ என் 2 வீலர் அடிச்சு தரப்பிச்சேன். எல்லாம் 1ஆம் தேதி வெள்ளம் அடிச்சுட்டு தஸ் போவோம். நான் மரியாதைக்கு வண்டி ஓட்டுமா, அவன் எங்கிட்ட நம்மளே கன்ஃபியூஷன் ஆக்குவா. இங்கிட்டு போவோம் அங்கிட்டு போவோம். நான் இண்டிகேட்டர் இங்கிட்டு போவான், இங்கிட்டு பின்ன போவான். நான் இங்கே நோக்கிட்டு போய் தருதல. நான் மனசுக்குள்ள சிந்திச்சிட்டு நம்ம அவன் என்ன ஒரு குருமானா சொல்லாம விடுவில்லன்னு நான் விசாரிச்சேன். ஏடே என் மக்களோட பாவம், நான் விடியும் குருமான சொல்லணும், விடியும் குருமான சொல்லணும், என்ன இப்ப என்ன பொக்கல்லடா அங்கே விசாரிச்சுட்டே போய். അതുപോലെ ആ പയ്യന്റെ പറഞ്ഞു, എടാ ഈ നീ ഒരു கொஞ்சம் അടക്കമായി ഇരുന്ന് മര്യാദയ്ക്ക് വണ്ടി ഓട്ടി. പൾസർ വന്ന സമയം പൾസർ അതുപോലെ ഒരു കല്ല് മതി. ഒരു വീട്ടില് ഒരു വീലിൽ ഓട്ടുമ്പോ താഴെ ബാക്ക് വീലില് അത് കല്ല് കെട്ടി അടിച്ച് ഇവിടെ പോയി അവിടെ പോയി ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ അടിച്ച് 2 വീലർ പൾസർ മതിൽ അടിച്ച് ചതറിച്ച് ഇവൻ 2 വീലറിൽ പോയി മണ്ടടിച്ച് ചതറിച്ച് ഓൺ ദ സ്പോട്ടിൽ കാലി, ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. പുതുവർഷം മനുഷ്യന്റെ കൈകളിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലാണ്. കൈ പിടിച്ച് പറയപ്പോ സ്ട്രോങ് ആയിട്ട് പറ, നല്ല വിശ്വാസത്തോട്ട് പറ. ഈ വിശ്വാസം தான் ഈ വർഷം ഫുള്ളാണ് എന്നെ നയിക്കാൻ പോവുക. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? വചനം പറയാൻ പോവാ. പുതുവർഷം നിന്റെ കൈകളിലല്ല, മനുഷ്യന്റെ കൈകളിലല്ല, പകരം ദൈവത്തിന്റെ കരങ്ങളിലാണ്. കൈ പിടിച്ച് പറ, പുതുവർഷം നിന്റെ കൈകളിലല്ല, ദൈവത്തിന്റെ കൈകളിലാണ്. ഞാൻ പറഞ്ഞ ടയർഡായി, എന്നെ ഇനി കൂടുതൽ പരപ്പിക്കലടാ വെള്ളാച്ച മട്ടച്ചായി. പുതുവർഷം നിന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലാണ്. പറ, ഗോഡ് ബ്ലെസ് യു മൈ പീപ്പിൾ. ഇങ്ങനെ ജീവൻ കിട്ടി രക്ഷപ്പെട്ടവനും ഉണ്ട്. അവൻ അടുത്ത പുതുവർഷത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. 2 തരത്തിലും ഉണ്ട്. അപ്പോ ഈ വർഷത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, ദൈവമേ എങ്ങനെ 2025 എനിക്ക് നീ ദാനമായിട്ട് നൽകിയോ അതേപോലെ 10 ഇരട്ടിയായിട്ട് എനിക്ക് ദാനമായിട്ട് നൽകണം. നീ എന്റെ ദൈവമാണ്. എനിക്ക് നിന്നെ വിട്ട വേറെ ആളല്ല, വേറെ വ്യക്തിയല്ല. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ നയിക്കണം എന്ന് പിടിച്ച് പ്രാർത്ഥിക്കണം, കരം പിടിച്ച് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം, ആഴപ്പെട്ട വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. അവൻ നമ്മൾ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 47:1 മത്തായി 6:34 പറയുക. പുതുവർഷം നമ്മുടെ കരങ്ങളില്. നാളെ കുറിച്ച് ആകുലപ്പെടരുത്. എന്താ പറയുക? നാളെ കുറിച്ച് ആകുലപ്പെടരുത്. പുതുവർഷം നിന്റെ കൈകളിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലാണ്. അങ്ങനെ പറയുക. അപ്പൊ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ സുരക്ഷിതവും നമ്മൾക്ക് കിട്ടും. സുരക്ഷിതവും നമ്മൾക്ക് കിട്ടും.
നല്ല വാക്കല്ല, നല്ല സുരക്ഷിതവും നമ്മൾക്ക് ഉണ്ടാവും. ദൈവത്തിലെ കരങ്ങളിൽ ഉണ്ടാവുമ്പോ, മനുഷ്യന്റെ കരങ്ങളിൽ ഉണ്ടപ്പോ കൈ ഒരു 100 ഗ്രാം ഈ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് നിൽക്കും? ഇങ്ങനെ കൈ താഴെ തന്നെ പോവും. 100 ഗ്രാം താൻ 5-10 ഗ്രാം വെച്ചിക്കോ, ഇങ്ങനെ വെച്ചിരുന്നു ഇങ്ങനെ പോകും. ഒരു 10 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ പോകും. പപ്പ വിട്ടോ, എടാ മമ്മി ഒരു മൊമ മടിയില് അങ്ങനെ ഇരിക്കും. നല്ല ഒരു സുഖം പിള്ളേർക്ക് മടി, അമ്മ മടിയിലായിരിക്കാം. ഇത് വർത്തമാനം പറയുമ്പോ ആ വേദന അറിയത്തില്ല. ഈ അമ്മ മരണം കൊടുത്തിട്ട് അതാടി ഇതാടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരു സുഖമായിട്ട് ഉണ്ടാവും. കുഞ്ഞ് മടിയിലിരിക്കരുത്. ഇങ്ങനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കാലം ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും, ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും. ഇവனுக்கு ഇങ്ങനെ ഇരുന്ന് അവർ അങ്ങനെ വീണ്ടും സ്വസ്ഥമായിട്ട് ഇരിക്കും. ഈ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അപ്പൊ പതുക്കെ വേദന വരും. അപ്പം ഇല്ല, ശരിയാണ് തെറ്റാണ്? ഇതെല്ലാം എന്റെ മമ്മി അതുപോലെ എന്നെ ചെയ്തിട്ടുണ്ട്. മരണിക്കടാ അങ്ങനെ പറയും. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ മാതാവായിരിക്കും താഴെ വെച്ചിട്ട് നിന്നെ പോയിക്ക് മുകളിൽ വെച്ച് ദേവിക്ക് മാതാവേ അപേക്ഷിക്കണമേ എന്നാ വണങ്ങാൻ തുടങ്ങും, ആരാധിക്കാൻ തുടങ്ങും. ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്ത ആൾക്കാർ കൈപ്പൊക്ക് യാറില്ല. അപ്പൊ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേദനിക്കും. അതങ്ങനെയാണ്. അപ്പൊ നാളെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട. കഷ്ടപ്പാടുണ്ട്, പക്ഷേ അത് ദൈവം നമ്മളെ ശരിയാക്കി കൊണ്ടുപോകും. അത്രമാത്രം ദൈവം നമുക്ക് ശക്തിയെ നൽകി നമ്മൾ പരിപാലിക്കും, നയിക്കുകയും ചെയ്യുന്നു. അടുത്തത് ദൈവ സാന്നിധ്യത്തിന്റെ ഗൗരവമായ ഉറപ്പ്. ദൈവ സാന്നിധ്യത്തിന്റെ ഗൗരവമായ ഉറപ്പ്. യെശയ്യാ 41:10. പുതുവർഷത്തിൽ ഓരോരോ രാത്രിയും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ഉറപ്പാണ്. പുതുവർഷം ഓരോ രാത്രിയും ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും. ഇത് എന്റെ വാക്കല്ല. യെശയ്യാ 41:10 നമ്മോട് ഉണ്ടാവും. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ. ഇപ്പൊ കരം പിടിച്ച പറ, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ. നന്നായിട്ട് പറഞ്ഞ് ഇപ്പൊ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാവും. കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചാട്ട എപ്പോ വരും? നീ ചാട്ട വന്നാലും നീ പോകത്തുള്ളൂ വീട്ടിക്ക്. അവിടെ റോട്ട് വിട്ടാ അങ്ങോട്ട് താഴോട്ടായിരുന്നില്ല. അത്ര ഭയം പാടില്ല. ഭയപ്പെടരുത്, ദൈവം നിന്നോട് കൂടെ. ഭയപ്പെടരുത്, ദൈവം നിന്നോട് കൂടെ. ആ ഒരു മൈൻഡ് ഇരുന്നുകൊണ്ടേയിരിക്കണം. അസുഖം മാറുന്നുണ്ട്, എപ്പോ ശരിയാക്കും ദൈവം, ശരിയാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ ദൈവം ശരിയാക്കും. മുക്കിക്കൊണ്ടേയിരിക്കേണ്ടതാ. ലൈഫ് ഫുള്ള മുക്കിക്കൊണ്ടേയിരിക്കും. 2025 മുക്കി, 2026 മുക്കി. മുക്കണത് തന്മാനത്തിൽ മുക്കണത് തന്നെ മുക്കിക്കൊണ്ടേരും. 2025 മുക്കിക്കൊണ്ടേയിരിക്കും, 2026 മുക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ മുക്കാൻ ഇനി ഇടവരുത്തല്ലേ. ഇനി സന്തോഷമായിട്ട് ബി പോസിറ്റീവ്. നല്ലത് പറ, നല്ലത് ചിന്തിക്ക്, നല്ലത് പങ്കുവയ്ക്ക്. യു വിൽ ബി ബ്ലെസ്ഡ്. അടുത്തത് അത് ഗൗരവമായ ഉറപ്പ്. ദൈവം നൽകുന്ന വാഗ്ദാനം സൂപ്പറാണ് വാഗ്ദാനം. 41 യെശയ്യാ 41:10 ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ. അടുത്തത് സമയം ദൈവദാനമായി തിരിച്ചറിയൽ. സമയം ദൈവദാനമായി തിരിച്ചറിയൽ ഓരോരോ ദിവസം നമുക്ക് നൽകിയ ഒരു ദൈവദാനമാണ്. സമയം ദൈവദാനമായി തിരിച്ചറിയൽ. നമുക്ക് കിട്ടിയ സമയത്ത് ഇത് ദൈവം തന്റെ ദാനമായിട്ട് തിരിച്ചറിയണം. ഓരോ സമയം ഈ പയ്യന്മാർ ഉറങ്ങല്ലേ. 2025 ഉറങ്ങി PSC എക്സാം എഴുതിക്കൊണ്ടേയിരുന്നു. തോറ്റുകൊണ്ടേയിരിക്കുന്നു. നാളെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പനെ ഓർത്ത് മമ്മിയെ ഓർത്ത് പഠിച്ച് പാസ്സാക്കണം, ജോലി നേടിയെടുക്കണം. ആ മനസ്സ് വന്നിട്ടില്ല. അഹങ്കാരം വേണോ? തിന്മയ്ക്ക് അല്ല, നന്മയ്ക്ക് വേണ്ടി ജോലി നേടി അഹങ്കാരം വേണം. PSC എക്സാം എഴുതി എടുക്കണം, അഹങ്കാരം വേണം. 38-ലല്ല 24-ലെ എടുത്ത് എഴുതണം. കളക്ടർ ആയിട്ടുണ്ട് കർണാടകയിലെ ഒരു പെൺകുട്ടി. പോകുമ്പോഴും വരുമ്പോഴും താഴെ കിടക്കുന്ന പേപ്പർ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. പഠിക്കാൻ ഗതികെട്ട കുടുംബം, ഒരു സാധാരണ ഫാർമറുടെ കൃഷിക്കാരുടെ മോളാണ്. അവള് പോകുമ്പോൾ വേസ്റ്റ് പേപ്പർ എടുത്ത് നാലേജ് പഠിച്ച് നാലേജ് വളർത്ത ഒരു പെൺകുട്ടിയാണ്, കളക്ടറായി. അപ്പോ ആ ഒരു അഹങ്കാരം വേണം. അവൾ പറഞ്ഞതാണ്, എനിക്ക് അഹങ്കാരം ഉണ്ട്, ഞാൻ തിന്മയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ഞാൻ എന്റെ അഹങ്കാരം. അങ്ങനെയായിരിക്കണം നമ്മ ഇടവക മക്കൾ ഈ തീർത്ഥാടനത്തിൽ കൊണ്ടുപോകുന്ന ഓരോരുത്തരും അങ്ങനെയായിരിക്കണം. എന്റെ അഹങ്കാരം നന്മയ്ക്കാണ്, എന്റെ അഹങ്കാരം നന്മയ്ക്കാണ്, എന്റെ അഹങ്കാരം കൃപയ്ക്കാണ്, എന്റെ അഹങ്കാരം അഭിഷേകത്താണ് എന്ന് നീ ചിന്തിക്കണം. നീ അത് ഉണ്ടാക്കിയെടുക്കണം.
ഇല്ലെങ്കിൽ സമയം നീ വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. 2024 ഉറങ്ങി, 2025 ഉറങ്ങി, 2026 നീ ഉറങ്ങി പോകും. ഉനക്ക് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. കുംഭകർണം പോലെ കുംഭകർണനെ അനുജന്മാരായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് കാട്ടാക്കട മക്കൾ. ഇനി ഒരു കുംഭകർണനും കാണാൻ പാടില്ല, ഒരു കുംഭകർണത്തെയും കാണാൻ പാടില്ല, കുംഭകർണനെയും നാം കാണാൻ പാടില്ല. ശരിയാക്കും ഞാനെങ്കിൽ ആന്റണി ജോസ് റിട്ടയർഡ് ആയപ്പോ 3 ജോലി ഗവൺമെന്റ് ജോലി പിള്ളേര് കയറി. അതുപോലെ ഒരു റിട്ടയർഡ് വരുമ്പോതും 3 പേര് പിള്ളേര് ജോലിയിലേക്ക് കയറണം. ഒരു റിട്ടയർമെന്റ് വന്നാൽ 3 പിള്ളേർ ഗവൺമെന്റ് ജോലിയിലേക്ക് കയറണം. ഇപ്പൊ എല്ലാം ഇനി ശരിയാക്കും ഞാൻ. അപ്പൊ നന്നായിട്ട് പഠിക്കണം. അപ്പൊ സമയം നല്ല രീതിക്ക് നമ്മൾ കണക്കാക്കി ഇത് ദൈവം തന്ന സമയമാണ്. സംഗീതം 90:12 നമ്മുടെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. കരം പിടിച്ച് പറയാം. നമ്മുടെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. നിന്റെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. നിന്റെ ദിവസങ്ങളെ എണ്ണാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. അപ്പൊ ദൈവം തന്റെ ദിവസങ്ങളെ നല്ല രീതിക്ക് ഉപയോഗിക്കണം. അതാ ഈ പുതുവർഷത്തെ ദൈവം നൽകുന്ന ആശീർവാദം. അത് പ്രധാനപ്പെട്ടത് ഭാര്യയ്ക്കും ഭർത്താവുക്കും. ഇപ്പൊ പറയാൻ പോകുന്നത് ക്ഷമയും സമാധാനവും, ക്ഷമയും സമാധാനവും, ക്ഷമയും സമാധാനവും, ക്ഷമയും സമാധാനവും. ഇതില്ലെങ്കിൽ ഇപ്പൊ ഇതിനെ വളർത്താൻ ട്രൈ ചെയ്യും. സങ്കീർത്തനം 34:11 പഴയ വർഷത്തിന്റെ അടിസ്ഥാനം, പുതുവർഷത്തിന്റെ അടിസ്ഥാനം ഈ ക്ഷമ. പുതിയ വർഷത്തിന്റെ അടിസ്ഥാനം പഴയ വൈരങ്ങൾ ഈ രാത്രിയിൽ വിട്ടുകളയാം. ചിലത് നീ ചിന്തിക്കും അവൻ ഇനി മിണ്ടാനേ പാടില്ല, അത് നിനക്ക് വൈരമായിട്ട് തോന്നും. അവൻ തന്നെ തെറ്റ് ചെയ്തത്. ഞാൻ യോഗ്യനല്ലേ എന്നെ ചിന്തിക്കുന്ന ആ ചിന്ത നിനക്ക് വൈരമായിട്ട് തോന്നും. ആ വൈരത്തെ മാറ്റിക്കള, അഹങ്കാരത്തെ മാറ്റിക്കള, ക്ഷമിക്ക്, സമാധാനപ്പെട്, സമാധാനം നൽകു, സമാധാനം കൊടുക്ക്. അപ്പോ 34:14 സംഗീതം 34:14 സമാധാനം അന്വേഷിക്കുവിൻ, അതിനെ പിന്തുടരുവിൻ. കരം പിടിച്ച് പറ. സമാധാനം അന്വേഷിക്കുവിൻ, അതിനെ പിന്തുടരുവിൻ. സമാധാനം അന്വേഷിക്കുവിൻ, അതിനെ പിന്തുടരുവിൻ. സമാധാനം അന്വേഷിക്കുവിൻ, അതിനെ പിന്തുടരുവിൻ. അടുത്ത് പ്രത്യാശയോടെ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കണം. പ്രത്യാശയോടെ ഇത് വേണം. നിങ്ങൾ എല്ലാം തീരുമാനിച്ചു കാണും. കഴിഞ്ഞ കൊല്ലം കടബാധ ഉണ്ടായിരുന്നു. ഇത്ര വർഷങ്ങളായിട്ട് എന്റെ മകൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വർഷമായിട്ട് ദയച്ചത് എന്റെ മകനക്ക് ജോലി കിട്ടിയിട്ടില്ല. ഇത്ര വർഷമായിട്ട് എന്റെ മക്കൾക്ക് സന്താന സൗഭാഗ്യം കിട്ടിയിട്ടില്ല. എന്റെ ഭർത്താവുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ ഭാര്യയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വർഷങ്ങൾ എണ്ണിക്കൊണ്ടേ ആൾക്കാരുണ്ട്, ദിവസങ്ങൾ എണ്ണിക്കൊണ്ടേയിരുന്നവര്. എന്റെ കടല് ബിസിനസ്സേ ഇല്ല. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. കടബാധ മാറണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും മാറിയിട്ടേ ഇല്ല. അങ്ങനെ ചിന്തിക്കൊണ്ടിരുന്ന ആൾക്കാർ, ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്റെ ഭർത്താവ് കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, എന്റെ മകൻ പഠിക്കണം, പക്ഷെ പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എക്സാമിൽ ഫെയിൽ ആവുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ മക്കൾക്ക് നല്ല മോളാണ്, പക്ഷെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏത് പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ചിന്തിക്കുന്ന പപ്പന്മാരുണ്ട്, മമ്മിമാരുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ 2026 എന്റെ മകള്, എന്റെ മകന്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ ഇങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പ്രത്യാശ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകം റോമ 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. അങ്ങനെ ദൈവവചനം നമുക്ക് പറയാം, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. അപ്പൊ തീർച്ചയായിട്ടും നീ സന്തോഷിക്കുമ്പോൾ പ്രത്യാശയിൽ സന്തോഷിക്കും. എന്റെ മകൻ ഉറപ്പായിട്ട് പഠിക്കും, എന്റെ കുഞ്ഞിന്, എന്റെ മകൾക്ക് സന്താന സൗഭാഗ്യം കിട്ടും. ഇതാ പ്രത്യാശ. അത് പ്രത്യാശയിൽ സന്തോഷിക്കണം. ദൈവം നൽകിയത് പോലെ ഓർത്ത് സന്തോഷിക്കണം. അത് കിട്ടും. കിട്ടൂല. അപ്പൊ പ്രത്യാശയിൽ സന്തോഷിക്കണം. അപ്പൊ കരം പിടിച്ച് പറ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. റോമക്കാർ 12:12. അടുത്തത് പ്രാർത്ഥനയോട് ഈ വർഷത്തെ തുടങ്ങണം.
പ്രാർത്ഥനയോടെ വർഷത്ത് തുടങ്ങണം, വർഷത്ത് സമർപ്പിക്കണം. സങ്കീർത്തനം 37:5. നിന്റെ വഴികൾ കർത്താവിന് ഏൽപ്പിക്കുക. നിന്റെ വഴികൾ കർത്താവിന് ഏൽപ്പിക്കുക. കരം പിടിച്ച് പറ, നിന്റെ വഴികൾ കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ വഴികൾ കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ വഴികൾ കർത്താവിനെ ഏൽപ്പിക്കുക. അപ്പൊ ദൈവത്തിൽ ഏൽപ്പിച്ച ജീവിതം തീർച്ചയായിട്ടും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ജീവിതം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരിക്കലും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടുന്നത് പോലെ തോന്നും, പക്ഷെ നഷ്ടപ്പെടില്ല. ഞാൻ എല്ലാത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കടി വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നും നഷ്ടപ്പെട്ടതുപോലെ തോന്നും, പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ദൈവം കൂടി കൃപ കൂട്ടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാ. അപ്പൊ പ്രത്യാശയിൽ നമ്മ സന്തോഷിക്കണം, പ്രത്യാശയിൽ പ്രാർത്ഥിക്കണം, പ്രത്യാശയിൽ കരുതൽ വേണം, പ്രത്യാശയിൽ കാരുണ്യം ഉണ്ടാകണം. അപ്പൊ പ്രത്യാശയിൽ നന്മയെ ചിന്തിക്കണം. പ്രത്യാശയിൽ അയ്യോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ പ്രാർത്ഥനയോട് ഈ വർഷത്തെ സമർപ്പിക്കണം ദൈവത്തിന്റെ കരങ്ങളിൽ. അങ്ങ് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ച പുതുവർഷം പ്രത്യേകം നിശബ്ദമായ ശക്തിയോടെ നമ്മൾ വളരും. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രത്യാശയോട് സമർപ്പിക്കുന്ന ജീവിതം നിശബ്ദത്തിൽ നമ്മൾ നിൽക്കും. നിശബ്ദത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കൃപയിൽ വളരും. അങ്ങനെ നിശബ്ദത്തിൽ നിന്നുകൊണ്ട്, നിശബ്ദത്തിക്ക് ഒരു പേരുണ്ട് പ്രാർത്ഥന. നിശബ്ദക്ക് ഒരു പേരുണ്ട് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പേരുണ്ട് നിശബ്ദം. അന്ന് നിശബ്ദത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കൃപ വരും. കൃപ വരുമ്പോൾ നമ്മുടെ എല്ലാം സന്തോഷമായിട്ട് മാറും. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് മാറാൻ രണ്ട് കരങ്ങളും ശിരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1. God bless you, 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 my people. വച്ചവളി ഈശോയെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും പരിശോധിക്കാൻ അവിടുന്ന് മരണത്തോടെ വീണ്ടും വരും. അവിടുത്തെ അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവദാതാവ്, പിതാവിനോടും പിതാവിനോടും ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരും സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ദൈവസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ചെയ്യുന്നു. ഞാൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സകല ജനങ്ങൾക്ക് വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹപിതാവായ ദൈവമേ, ഈ പുതുവർഷ പിറവി ദിനത്തിൽ ആഗോള കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലെയോ 14 മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെൽവരാജൻ പിതാവിനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേ സ്വരം ശ്രവിച്ച് പുതുചൈതന്യം നിറഞ്ഞ് സഭാമക്കളെ അങ്ങേ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി സഭയോടുള്ള സ്നേഹത്തിൽ വളർത്തുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പിതാവേ, അങ്ങേ അജപാലന ദൗത്യം നിർവഹിക്കുന്ന ഞങ്ങളുടെ ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള ബലവേന്ദ്രൻ സൂസി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ ഇടവക കുടുംബത്തെ പുതുചൈതന്യത്തിൽ നിറച്ച് വിശുദ്ധിയുടെ പാതയിൽ നയിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനന്തസ്വരൂപനായ പിതാവേ, ഈ ലോകത്തെയും ലോകജനതയെയും ഞങ്ങളുടെ രാജ്യത്തെയും പരസ്പര യുദ്ധത്തിലും കലാപങ്ങളിലും ആയിരിക്കുന്ന രാജ്യങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ രാജ്യം ശാശ്വതമാണ് എന്ന വചനം ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുവാനും ഈ പുതുവർഷം പുലരിയിൽ അങ്ങേ പുതുചൈതന്യം ഉൾക്കൊണ്ട് ദൈവരാജ്യം മുന്നിൽ കൊണ്ട് മുന്നേറുവാൻ അങ്ങേ ജനതയെ അനുഗ്രഹിക്കണമേ എന്ന് പിതാവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന നിത്യനായ ദൈവമേ, അങ്ങേ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ തങ്ങളുടെ പോരായ്മകൾ നികത്തി പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉൾക്കൊണ്ട് എളിമയും സ്നേഹവും നന്ദി നിറഞ്ഞ മക്കളായി വളരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പുതുവർഷ പിറവി ദിനത്തിൽ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ആശുപത്രികളിലും വഴിക്കവലകളിലും കഴിയുന്ന മക്കളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ അവരിൽ അങ്ങേ മുഖം ദർശിച്ച് ശുശ്രൂഷ ചെയ്യുവാനും അവർക്ക് ആലംബവും ആശ്വാസമായി മാറുവാനും ഉള്ള കൃപ നൽകണമേ. പരസ്പര സ്നേഹത്തിലും കരുണയിലും വളരാൻ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കണമെന്ന് പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, പുതുവർഷ പിറവി ദിനത്തിൽ ഞങ്ങളുടെയും ഇടവകയെയും തീർത്ഥാടകരെയും BCC യൂണിറ്റുകളെയും ഭക്തസംഘടനകളെയും ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ പങ്കുകാരാകാനും അവിടുത്തെ സ്വരം ശ്രവിക്കാനും അങ്ങനെ ഒരു ഇടയിലും ഒരു അജഗണവും എന്ന അങ്ങേ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവാലയ ആശീർവാദ കർമ്മം എത്രയും പെട്ടെന്ന് നടത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് പിതാവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ അജയപാതയിൽ കരം പിടിച്ച് നടത്തിയ വൈദികരെയും സന്യസ്തരെയും പൂർവികരുടെയും മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ആത്മാക്കൾക്ക് അങ്ങേ കാരുണ്യത്താൽ അങ്ങേ തിരുമുഖം ദർശിച്ച് നവചൈതന്യം ഉൾക്കൊണ്ട നിത്യസൗഭാഗ്യത്തിൽ പങ്കുകാരാകാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പിതാവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കണം. ഈ ദിവ്യയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും സ്മരിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ തീർത്ഥാടകരെയും സ്മരിച്ച് പ്രാർത്ഥിക്കണം. ഈ കാണ്ടാക്കട പ്രദേശത്ത് ജീവിക്കുന്ന നാനാജാതി മക്കളെയും ഹിന്ദുസ്, മുസ്ലിംസ്, CSI, പ്രൊട്ടക്ഷൻ, സൽവേഷൻ ആർമി, ലൂത്തർ മിഷൻ, AG ചർച്ച് എന്നിവയിൽപ്പെട്ട എല്ലാ സഭകളിലുള്ള എല്ലാ മക്കളെയും നല്ലവനായ ക്രിസ്തുരാജ ഈ പുതുവർഷത്തിൽ മംഗളാസ്മോട് നയിക്കുകയും കൃപയോട് നയിക്കുകയും നടത്തുകയും ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുട്ടികളെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു, അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കഷ്ടപ്പാടുകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ, കടബാധകൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകാൻ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ.
സ്നേഹം അലിവോടി കാഴ്ച സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാകെ ആരാധ്യമാകും തിരുസന്നിധി. അലിവുള്ള ദൈവം അലിവുള്ള സ്നേഹം അലിവോടെ കാഴ്ച സ്വീകരിക്കൂ. താലത്തിലുയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായി നാം സർവ്വവും കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമായി തീർക്കൂ ഈ ജീവിതം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാമേ ദൈവത്തിന് സ്വീകാരം മക്കളുടെ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങ് കാരുണ്യത്താൽ അങ്ങ് എല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നവല്ലോ. പരിശുദ്ധ ദൈവമാതാവിന്റെ മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങ് കൃപയുടെ ആരംഭത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അതിന്റെ പൂർത്തീകരണത്തിലും ആനന്ദിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. നിത്യ കന്യകയായ പരിശുദ്ധ മരിയത്തിന്റെ മാതൃത്വ മഹോത്സവത്തിൽ അങ്ങേ ഞങ്ങൾ ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിൽക്കൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന ദിവ്യപ്രകാശം ലോകത്തിൽ നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധ്യക്ഷന്മാർ ആരാധിക്കുന്നു, അധികാരന്മാർ ഭയഭക്തി നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദ ഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരം ചേരാൻ അനുവദിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. കർത്താവ് സർവവിശുദ്ധമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാൽ മഞ്ജകനം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ
ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനകട്ടെ. അവിടുന്ന് വെച്ച് കൊടുക്കപ്പെട്ട് സുമ്മനസല്ലപ്പെട്ട് സഹിച്ചു അപ്പം എടുത്ത് കിറിഞ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കിറിഞ്ഞ പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുക, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനമായി ഉടമ്പടി പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. വരെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവ് എടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടാക്കി തിരുമുമ്പിൽ നിൽക്കേണ്ടതിനും അങ്ങ് പരിചരിക്കേണ്ടതിനും അരകരാക്കി തീർത്തതിന് ഞങ്ങൾ എന്തി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെ രക്തത്തിലും പങ്കുചങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാം ചേർക്കണമെന്ന് താഴ്മകളെ അപേക്ഷിക്കണം. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതക്കും സെൽവരാജമ്പത്തിനോടും വൈദിക ഗണത്തോടും മറ്റ് സഭയെങ്കിൽ സ്നേഹത്തിന്റെ വിളിത്തേക്കണമേ. ഈ ലോകത്തിലെങ്കിൽ മക്കളേക്ക് വിളിച്ചെങ്കിൽ ദാസൻ പ്രത്യേകം നമ്മുടെ കുടുംബം മരിച്ചുപോയ എല്ലാ ആൺമക്കളെയും ഓർക്കണമേ. എങ്കിൽ പുത്രന്റെ മരണത്തിന് സദൃമാണ് ഒന്നാത്തവർക്ക് എല്ലാവരുടെ ഉദ്ധാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും എങ്കിൽ കാരണത്തിന് മരണമന്റെ സകലരെയും അങ്ങ് ഓർക്കുകയും അയ്യ മുഖത്തിന്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് പരിശുദ്ധ കന്യകാമരെ തൊടുന്ന കന്യകയുടെ ഭർത്തായി ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലങ്ങളെ പ്രസാദിപ്പിച്ച ഞങ്ങൾ വിശുദ്ധരുടെ മൊത്തം നിത്യജീവന പങ്കുചരങ്ങൾ അർഹരാക്കുകയും എങ്കിൽ പുത്രനായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ഭുതരായും ദൈവോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്ത് നൽകണമേ. അനുകർപ്പണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനങ്ങളുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചങ്ങൾ എപ്പോഴും പാവത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ.
സമാധാനം ഞങ്ങൾക്ക് നൽകുന്ന എന്റെ സമാധാന തരുണനങ്ങ് അപ്പോസ്റ്റൽമാരുടെ ചെയ്ത കർത്താവേ യേശു ക്രിസ്തു ഞങ്ങളുടെ പാവങ്ങളുടെ പിന്നെയും അങ്ങ് സഭയുടെ വിശ്വാസം തിരക്കൻ പാത്തങ്ങ് തുരുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽക്കണിയനമേ എന്നെന്നും ജീവിക്കുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം സമാധാനം സമാധാനം. ഉയരാനവാ ഉറവാനവാ എന്നുയിരോട് ഉറവാനവാ എന്നുയിരോട് ഉറവാനവാ ഉയരാനവാ ഉറവാനവാ ഉയിരോട് ഉറവാനവാ എൻ ഉയിരോട് ഉറവാനവാ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്നവർ, ഈ കുഞ്ഞാട് വരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുകരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മൾ എത്തിച്ചേർക്കുന്ന ഐക്യമാറാകട്ടെ. ആമേൻ.
ആത്മാവിൽ
അടയണേ ദൈവമേ. മനസ്സായി ജീവനിൽ വന്നു ചേരാ വചനമായുള്ളു മരിയാ. മനസ്സായി ജീവനിൽ വന്നു ചേരാ. ഹൃദയം വരുമോ എന്റെ സൗഭാഗ്യമാ ഈശോ സ്നേഹമായെങ്കിൽ വന്നു ചേരുമോ. ആത്മാവിനന്താരതീർക്കാം അടയണേ ദൈവമേ. ആത്മാവിനന്താരതീർക്കാം അടയണേ ദൈവമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കുദാശകൾ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുവല്ലോ. നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തെ അങ്ങേ പുത്രന്റെ മാതാവും സഭയുടെ അമ്മയുമായി പ്രകീർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങളെ അവൻ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോരുത്തരെയും ലോകത്തുള്ള എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യവിജയം സമാപിച്ചു. പുതുവർഷത്തെ കേക്ക് കെട്ടി ഓപ്പൺ ചെയ്യാം. പുതുവർഷത്തെ എല്ലാവർക്കും പുതുവർഷ ആശംസകളും പ്രാർത്ഥന കൃപയിലും നേരുന്നു. നാളെ കാലത്ത് 7:30 ഇന്ന് വൈകിട്ട് ഉറങ്ങിയവര് ഉറക്കശീലമുള്ളവര് നാളെ കാലത്ത് 7:30 കുർബാന ഉണ്ട്. യു ആർ മോസ്റ്റ് വെൽക്കം. നാളെ കാലത്ത് 7:30 കുർബാന ഉണ്ട്. നാളെ കാലത്ത് 7:30 കുർബാന ഉണ്ട്. യു ആർ മോസ്റ്റ് വെൽക്കം. ഇന്ന് ജന്മദിനാഘോഷിക്കുന്ന ആൾക്കാരുണ്ടോ? ഇന്ന് ആരെങ്കിലും ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാർ ആരല്ല? അപ്പൊ നാണേ വിട്ട Happy New Year, people, sha-la-la-la-la. Happy New Year, dear people, sha-la-la-la-la. Happy New Year, dear people, sha-la-la-la-la.
We wish you a happy new year. May God bless us, sha-la-la-la. May God bless us, sha-la-la-la. May God bless us, sha-la-la-la. We wish you a happy new year. We wish you a happy new year. We wish you a happy new year. കേക്ക് ചായ എല്ലാം കേക്ക് ചായ കൊണ്ട് എല്ലാം കുടിച്ചിട്ടേ പോവാം കേട്ടോ. God bless you. God bless my dear people. இந்த തൊട്ടടുത്ത് കൈ കൊടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കാതെ ചില തൊട്ടപ്പുത പറഞ്ഞു. ഇപ്പൊ പോയി പുറത്ത് കൈ വയ്ക്കാൻ പറ്റൂല. ആദ്യം ഞാൻ പറഞ്ഞ പ്രസംഗ സമയത്തില് ആശീർവാദം കൊടുക്കാൻ പറഞ്ഞില്ല. ഇപ്പൊ പോയിട്ട് തലയിൽ വയ്ക്കാൻ പറ്റില്ല, ചെകിട്ടത്തടിക്കാൻ പറ്റും. God bless you dear people. ആശീർവാദത്തോട് സന്തോഷത്തോട് വീട് മടങ്ങാം. എല്ലാം കുടിച്ചിട്ടേ പോകണം, കേക്ക് കഴിച്ചിട്ട് പോകണം. മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ ആരോരുമില്ലാത്ത നേരങ്ങളിൽ ഹൃദയം നിറവോടെ ഒഴുകും അമ്മേ കൈയുള്ള സ്നേഹരൂപം. മരിയാമേ മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ ഹൃദയാൽ